ഉമ്മാന്ന് നീട്ടി വിളിക്കാൻ പറ്റിയ ഒരാൾ പുരക്കുണ്ടാവലിൻ്റെ നിയമത്തത്ര. ഉമ്മ മരിക്കാന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പോകുന്ന പോലെ നമുക്കൊന്നും തിരിയൂല. പിന്നെ ഉമ്മയില്ലാത്തൊരു ലോകം ആലോചിക്കുക. അതുകൊണ്ട് അവരടുത്തുനിന്ന് പൊരുത്തം വാങ്ങണം. അവരോട് ഒരു വെറുപ്പുള്ള വാക്കും പറയാൻ പാടില്ല. ഉഫിന്ന് പറഞ്ഞാൽ ചേന്ന് അർത്ഥം വെക്കുന്നതല്ലേ. അവരെ മനസ്സിന് വേദന ഉള്ള ഒരു വാക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അവർക്ക് ചെലവഴിച്ച കാര്യമൊന്നും ഭാര്യനോട് പാടി പറയരുത്. അയ്യ എന്തൊരു നാണക്കേട്, നീ ഒരു ആൺകുട്ടി തന്നെയാണ്. ഭാര്യനോട് പറയും ഇപ്പോൾ കുറച്ച് ടൈറ്റാന്ന്, ഉമ്മാക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വന്നതിന് അതാ ഉമ്മ നേരത്തെ തന്നെ. എന്തൊരു നാണക്കേടാ മോനെ, നീ ഒരാണല്ലേ, നീ ഉമ്മാക്ക് കൊടുത്തത് ഭാര്യനോടാ കണക്ക് പറയുന്നത്. നീ ജനിച്ചപ്പോൾ ആദ്യം കണ്ട പെണ്ണെന്നെ ഉമ്മല്ലടാ, ഇവള് മിന്നാന്ന് വന്നല്ലടാ. ഇപ്പല്ലേ ഹാഫ് ബെറ്ററും HBD സ്നീക്കേഴ്സെല്ലാം വന്നതിന്. അതൊന്നും ഇല്ലാത്ത കാലുമില്ല നമ്മുടെ ഉമ്മ. ഇപ്പല്ലടോ നിന്റെ മോൻ്റെ കാഷ്ടം നീ ഇതുവരെ തൊട്ടിട്ടുണ്ടോ? തൊട്ടിനോ? ഇല്ല. പമ്പേഴ്സ് മാറ്റി കൊടുക്കുക എനിക്ക് കഴിയുന്നില്ലല്ലോ, ഭാര്യനോടല്ലേ പറയല്. ഈ പമ്പേഴ്സ് ഒന്നും ഇല്ലാത്ത കാലത്ത് ഉമ്മാൻ്റെ മടിയിൽ കാഷ്ടിച്ച് മൂത്രയിച്ച് പഠിച്ച തന്നെ അവിടെ നിന്നല്ലേ. നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ ഇടത്തെ കൈ കൊണ്ടാ വൃത്തിയാക്കൽ, അവിടെ തൊടേണ്ടി വന്നാൽ ഈ കൈ കൊണ്ട് ടച്ച് ചെയ്യുള്ളൂ. നമ്മളെ കാസ്റ്റും മൂത്രവും വലത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഭൂമിയിലുണ്ടെങ്കിൽ നമ്മൾ ഉമ്മയിരിക്കൂ. ആ ഉമ്മാൻ്റെ കൈ പിടിച്ച് സലാം പറയാൻ പിള്ളേർക്ക് ഇൻസ്റ്റഗ്രാം തിരക്കിലായതുകൊണ്ട് സമയമില്ലല്ലോ, സമയമില്ല. ഉമ്മാനോടാ പറയുന്നത്. ഉമ്മയൊക്കെല്ലാം മിന്നാന്ന് ഞാൻ 2000 രൂപ വന്നത് ഇതെന്താ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാൻ പൈസ പറിക്കുന്നുണ്ട്, എനക്കും ഇല്ല ഒരു ചിലവ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി. എന്താ മോനെ നീ പറഞ്ഞ വാക്ക്? അത് കടലിലിട്ടാൽ ശുദ്ധിയാവോ ആ വാക്ക്? ഗസാലി ഇമാം റഹിമുള്ള പറഞ്ഞില്ലേ, ഉമ്മാക്ക് ചെയ്തു കൊടുത്ത ഒരു വാക്കും നീ എടുത്ത് ഉമ്മാനോട് പറയരുത്. അത് അദബ് സ്വതക്കവാത്തിലാവും എന്നല്ല പറയുന്നത്, അത് അദബ് കേടാന്നാ പറയുന്നത്. ഞാൻ സെൻട്രൽ ഹാളും കിച്ചണിലും അടിച്ചു വാരിയില്ലേ, ഇനി ഇത്താത്തനോട് പറയുന്നു. എന്താ മോളെ നീ പറഞ്ഞത്? നീ ഇതുവരെ മദ്രസയിൽ സുന്നി ബോർഡിൽ എന്താ പഠിച്ച? നമ്മളെന്താ പഠിച്ചേ? മൊമെൻറ്റോ കിട്ടാനാ പൊതുപരീക്ഷയിൽ പാസ്സായത്? അല്ല. ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങണം. ഏത് കൊമ്പനാണെങ്കിലും സ്വർഗം കിട്ടണോ, അത് പൊന്നുമ്മാൻ്റെ പൊരുത്തത്തിലാണ് കിടക്കണത്. റിള റബ്ബി ഫീ റിളൽ വാലിദ്. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങണം. പച്ച സാധുക്കളാണ് ഉപ്പ. എന്നോട് സ്നേഹമില്ല എന്നൊക്കെ ചില പുതിയ കുട്ടികൾക്ക് തോന്നും. പുതിയ കാലത്തെ പാരൻറ്റിങ് ക്ലാസ്സുകളൊക്കെ കേട്ടാൽ അങ്ങനെയൊക്കെ തോന്നിപ്പോവും. ഇപ്പോഴത്തെ ചില പാരൻറ്റിങ് ക്ലാസ്സെല്ലാം കേട്ടാൽ ഇങ്ങനെ ഉണ്ടാവുക, നമ്മൾ ഉപ്പിയുമ്മയൊന്നും നമ്മളെ വളർത്തുന്നത് തീരെ ശരിയില്ല എന്ന്. ഇങ്ങനെയൊന്നും തോന്നിപ്പോകരുത്. ലിബറലിസത്തിൻ്റെ വേറെ പതിപ്പാണ് അതൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, സ്വർഗം അല്ലാഹ് തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് വാങ്ങണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.